20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം. റഷ്യ രാഷ്ട്രീയ മാറ്റങ്ങളാൽ കലങ്ങി മറിയുകയാണ്. അതിന്റെ തീക്ഷ്ണതയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണം സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ ഇല്ലാതെ പോയി. അദ്ദേഹത്തിന്റെ സ്വന്തം പ്രവാചകനായി മാറിയ ഗ്രിഗറി റാസ്പുട്ടിനാകട്ടെ ഇതൊന്നും ഊഹിക്കാൻ പോലും ആകുമായിരുന്നില്ല. രാജ്യത്ത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളെ നിക്കോളാസ് അവഗണിച്ചു. കൊട്ടാരത്തിന് പുറത്ത് സംഘർഷങ്ങൾ വളരുന്നതും യൂറോപ്പിൽ ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യത തെളിഞ്ഞു വരുന്നതുമൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല. നിക്കോളാസിനെയും ഭാര്യ അലക്സാൻഡ്രയെയും നയിക്കുന്നത് മകൻ അലക്സി സാർ ചക്രവർത്തിയാകണമെന്ന ഒരേ ഒരു ലക്ഷ്യമാണ്. ചികിത്സയില്ലാത്തതെന്ന് വിധിക്കപ്പെട്ട മകന്റെ രോഗം അവരെ ഭയപ്പെടുത്തി. ആ ഭയമുണ്ടാക്കിയ ശൂന്യതയിലേക്കാണ് റാസ്പുട്ടിന്റെ കടന്നുവരവ്. ഗ്രിഗറി റാസ്പുട്ടിന് മകന്റെ രോഗം ഭേദമാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നിക്കോളാസിന് ഉറപ്പില്ല. പക്ഷേ അയാൾക്കവനെ ശാന്തനാക്കാൻ കഴിയുന്നുണ്ട്. ഹീമോഫീലിയ രോഗവുമായി ബന്ധപ്പെട്ട് രക്തസ്രാവമോ ശരീരവേദനയോ മറ്റസ്വസ്ഥതകളോ ഉണ്ടായാൽ കുട്ടി വല്ലാതെ ഭയപ്പെടും. മരണം തന്റെ തൊട്ടടുത്തെത്തിയെന്നാണ് അവന്റെ തോന്നൽ. തന്നെ രക്ഷിക്കാൻ അവൻ ചുറ്റും നിൽക്കുന്നവരോട് കെഞ്ചും. അങ്ങനെയുള്ള അവസ്ഥയിൽ റാസ്പുട്ടിന്റെ സാന്നിധ്യം അവനെ ശാന്തനാക്കും. കുട്ടി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ സമാധാനിക്കും. അവൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുകയും ശാന്തനായി ഉറങ്ങുകയും ചെയ്യും. രോഗമില്ലാത്ത സന്ദർഭത്തിലും അയാളുടെ സാന്നിധ്യം അവന് ആശ്വാസകരമാണ്. അലക്സി മാത്രമല്ല, നിക്കോളാസിന്റെ മൂത്ത പെൺകുട്ടികളും അയാളെ ഇഷ്ടപ്പെടുന്നു. ഗ്രിഗറി ഒരു ബന്ധുവാണെന്നാണ് അവരുടെ വിചാരം. റാസ്പുട്ടിൻ ഒരു പുരോഹിതനാണെന്ന് രാജകുടുംബത്തിലെ കുട്ടികൾ വിശ്വസിച്ചു. അവരയാളെ ഫാദർ ഗ്രിഗറി എന്നാണ് വിളിക്കുന്നത്. അലക്സാൻഡ്ര തന്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധുവിനെ പോലെ അയാളെ പരിഗണിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. സാർ ചക്രവർത്തിയും കുടുംബവുമായി റാസ്പുട്ടിനുള്ള അടുപ്പത്തെക്കുറിച്ച് ധാരാളം വാർത്തകൾ റഷ്യയിൽ പ്രചരിക്കപ്പെട്ടു. അതിനൊപ്പം റാസ്പുട്ടിനെക്കുറിച്ച് ധാരാളം അത്ഭുത കഥകളും കേട്ടുതുടങ്ങി. റാസ്പുട്ടിനോടടുപ്പമുള്ള അനുയായികൾ തന്നെയായിരുന്നു ഈ കഥകളുടെ സൃഷ്ടാക്കൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ. ചിലരാകട്ടെ റാസ്പുട്ടിനുമായുള്ള സൗഹൃദം നന്നായി പ്രയോജനപ്പെടുത്താമെന്ന് മനസ്സിലാക്കി അയാൾക്കൊപ്പം കൂടുകയായിരുന്നു. അങ്ങനെയും ധാരാളം ആളുകൾ റാസ്പുട്ടിന് ചുറ്റും കൂടി. അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവരിൽ ചിലരെല്ലാം റാസ്പുട്ടിന്റെ വിശ്വസ്തരായി. പരസ്പരം സഹായിക്കാൻ നിയുക്തരായവരെ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ഒരേ സമയം റാസ്പുട്ടിന്റെ സഹായിയും സന്ദേശവാഹകയുമായി പ്രവർത്തിച്ച ഒരാളാണ് അന്ന വൈരുബോവ. റാസ്പുട്ടിൻ കൊട്ടാരത്തിൽ വരുമ്പോഴൊക്കെ അയാളെ പരിചരിക്കാൻ അന്ന വൈരുബോവയെ ചുമതലപ്പെടുത്തിയത് അലക്സാൻഡ്ര തന്നെയാണ്. ഏറെക്കാലമായി അലക്സാൻഡ്ര രാജ്ഞിയുടെ ലേഡി ഇൻ വെയിറ്റിംഗായി ജോലി നോക്കുന്ന അന്ന വൈരുബോവ കൊട്ടാരത്തിലെ ഒരു സാധാരണ ജീവനക്കാരിയെ പോലെയല്ല. അവർ അലക്സാൻഡ്രയുടെ വിശ്വസ്തയാണ്. രാജ്ഞിയുടെ സ്വകാര്യ യാത്രകളിൽ പോലും അവരെ അനുഗമിക്കാൻ അന്നയ്ക്ക് അവസരം ലഭിക്കാറുണ്ട്. തന്റെ സ്വകാര്യതകൾ പങ്കുവയ്ക്കാൻ മാത്രം അടുപ്പമുള്ള ഒരു സ്നേഹിതയെ പോലെയാണ് അലക്സാൻഡ്ര അന്ന വൈരുബോവയെ കാണുന്നത്. മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമെല്ലാം അവർ ഏറെ നേരം സംസാരിക്കാറുണ്ട്. ഈയിടെയായി വർത്തമാനങ്ങളെല്ലാം ഒടുവിൽ റാസ്പുട്ടിനിൽ ചെന്നെത്തി നിൽക്കും. രോഗം ഭേദമാക്കാൻ മാത്രമല്ല, അദ്ദേഹത്തിന് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും കഴിവുണ്ട്. കുറച്ച് അസ്വസ്ഥതയോടെയാണ് അന്ന വൈരുബോവ ഇക്കാര്യം ഓർത്തത്. ഉടനെ തന്നെ നടക്കാൻ പോകുന്ന തന്റെ വിവാഹത്തെക്കുറിച്ച് അതൊരു നല്ല ബന്ധമായിരിക്കില്ലെന്നും അധികം കാലം നിലനിൽക്കില്ലെന്നും റാസ്പുട്ടിൻ പറഞ്ഞത് അവരോർത്തു. അന്ന വൈരുബോവയുടെ മുഖം പെട്ടെന്ന് മാറിയ കാര്യം അലക്സാൻഡർ ശ്രദ്ധിച്ചിരുന്നു. എന്തുപറ്റി? അവർ ചോദിച്ചു. മടിയോടെയാണെങ്കിലും രാജ്ഞിയോട് റാസ്പുട്ടിൻ തന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം അന്ന അറിയിച്ചു.
റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു നാവികസേനാ ഉദ്യോഗസ്ഥനുമായുള്ള അന്ന വൈരുബോവയുടെ വിവാഹത്തിന് മുൻകൈയെടുത്തത് അലക്സാണ്ട്ര തന്നെയാണ്. അതിനെക്കുറിച്ചാണ് റാസ്പുട്ടിൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവരൊരു ഞെട്ടലോടെ അന്ന വൈരുബോവയുടെ മുഖത്തേക്ക് നോക്കി. സാരമില്ല, വിവാഹം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന വൈരുബോവ അലക്സാണ്ട്രയെ ആശ്വസിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. ഏതായാലും അന്ന വൈരുബോവയുടെ വിവാഹകാര്യത്തിൽ റാസ്പുട്ടിൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവരുടെ വിവാഹ ജീവിതം ഒട്ടും സന്തോഷകരമായിരുന്നില്ല. അന്ന വൈരുബോവയുടെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ അക്രമാസക്തനാകും. ആ ബന്ധം അധികകാലം തുടർന്നില്ല. വിവാഹം കഴിഞ്ഞ് 1.5 വർഷത്തിനുള്ളിൽ അന്ന വൈരുബോവയുടെ വിവാഹമോചനവും നടന്നു. വിവാഹവും തുടർന്നുണ്ടായ സംഭവങ്ങളും അന്ന വൈരുബോവയെ വൈകാരികമായി തളർത്തിയിരുന്നു. ഈ സന്ദർഭത്തിൽ അവർക്കാശ്വാസം പകർന്നത് റാസ്പുട്ടിനാണ്. റാസ്പുട്ടിന്റെ വാക്കുകൾ തന്നെ ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചതായി അവർ പറഞ്ഞു. ഏതായാലും അതോടെ അവർ പൂർണ്ണമായും റാസ്പുട്ടിന്റെ ശിഷ്യയായി മാറി. അയാൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുണ്ട് എന്നതിന്റെ ഉദാഹരണമായി അവർ തന്റെ വിവാഹമോചനത്തെ തന്നെ ചൂണ്ടിക്കാട്ടി. അയാളിൽ പലതരത്തിലുള്ള അത്ഭുത ശക്തികൾ കുടികൊള്ളുന്നതായി അവർ വിശ്വസിച്ചു. അലക്സാണ്ട്ര രാജ്ഞിയുടെയും റാസ്പുട്ടിന്റെയും ഇടയിൽ അവർ വലിയൊരു പാലം പണിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ രാജ്ഞിയെയും കൊട്ടാരത്തെയും കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ റാസ്പുട്ടിനെ അറിയിച്ചുകൊണ്ടിരുന്നു. അന്ന വൈരുബോവയെ കൊട്ടാരത്തിലുള്ള പല മുതിർന്ന വ്യക്തികളും ശത്രുതയോടെ നോക്കിക്കാണാൻ തുടങ്ങിയത് ഈ കാലത്താണ്. അവർ അലക്സാണ്ട്രയെ വഴിതെറ്റിക്കുന്നു. റാസ്പുട്ടിനെ പോലെ ഒരു ഭ്രാന്തൻ സന്യാസിയെ കുട്ടികളുമായി ഇടപഴകാൻ പോലും അനുവദിക്കുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നിക്കോളാസിന്റെ അമ്മയ്ക്ക് പോലും അലക്സാണ്ട്രയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. റാസ്പുട്ടിനെ എങ്ങനെ നേരിടണം എന്നറിയാതെ അവർ കുഴങ്ങി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. റാസ്പുട്ടിനോട് നീരസം തോന്നിയത് നിക്കോളാസിന്റെ ബന്ധുക്കൾക്ക് മാത്രമായിരുന്നില്ല. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റാസ്പുട്ടിന്റെ ശത്രുക്കളുടെ എണ്ണവും പെരുകിത്തുടങ്ങിയിരുന്നു. അലക്സാണ്ട്രയുമായും കുട്ടികളുമായും റാസ്പുട്ടിൻ ഇങ്ങനെ അടുത്തിടപഴകുന്നതിനെക്കുറിച്ച് മന്ത്രിമാരും റൊമാനോവ് രാജകുടുംബത്തിന്റെ ബന്ധുക്കളും അതൃപ്തിയോടെ സംസാരിച്ചു തുടങ്ങി. അലക്സിയുടെ രോഗം ഭേദമാക്കാൻ റാസ്പുട്ടിന് മാത്രമേ കഴിയൂവെന്ന വാദമൊന്നും ആരും മുഖവിലക്കെടുത്തില്ല. ആ ഭ്രാന്തൻ സന്യാസി അലക്സാണ്ട്രയെ വശീകരിച്ചു മയക്കിയിരിക്കുന്നു, അവർ പരസ്പരം പറഞ്ഞു. പക്ഷെ തങ്ങളുടെ എതിർപ്പ് നിക്കോളാസിനെ അറിയിക്കാൻ അവർക്കാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അലക്സാണ്ട്രയെ എതിർക്കാനോ വേദനിപ്പിക്കാനോ നിക്കോളാസ് തയ്യാറല്ലെന്ന് എല്ലാവർക്കും അറിയാം. അലക്സാണ്ട്രയെ സംബന്ധിച്ചിടത്തോളം നിക്കോളാസും കുട്ടികളും ഒഴികെ കൊട്ടാരത്തിലുള്ള മറ്റു ബന്ധുക്കളിൽ നിന്നെല്ലാം ഏറെ അകലെയാണവർ. അതുകൊണ്ട് തന്നെ ആരും നേരിട്ട് നിക്കോളാസിനോടോ അലക്സാണ്ട്രയോടോ റാസ്പുട്ടിനെക്കുറിച്ചുള്ള അതൃപ്തി വെളിപ്പെടുത്തിയില്ല. റാസ്പുട്ടിനാകട്ടെ നിക്കോളാസും അലക്സാണ്ട്രയുമായുള്ള തന്റെ അടുപ്പത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ തുനിഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. എവിടെയും കടന്നു ചെല്ലാം, എങ്ങനെയും പെരുമാറാം, ആരെയും ഭയപ്പെടേണ്ടതുമില്ല. സാർ ചക്രവർത്തിയും കുടുംബവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ അയാൾ തന്നെ ആളുകളെ പറഞ്ഞു കേൾപ്പിക്കും. അലക്സാണ്ട്ര തുന്നിത്തന്ന കുപ്പായമാണ് താൻ ധരിച്ചിരിക്കുന്നത് എന്നതെല്ലാം കേൾക്കുമ്പോൾ ആളുകൾ അമ്പരന്നു പോകും. കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ റാസ്പുട്ടിൻ അധികവും മാന്യമായാണ് പെരുമാറുന്നത്. അവിടേക്ക് വരുമ്പോൾ താരതമ്യേന വൃത്തിയുള്ള വേഷമണിയാനും അയാൾ ശ്രദ്ധിക്കാറുണ്ട്. നിക്കോളാസിനേക്കാൾ ഏറെ സമയം അലക്സാണ്ട്രയ്ക്കും കുട്ടികൾക്കുമൊപ്പമാണ് അയാൾ സമയം ചെലവഴിക്കുക.
അന്ന വൈരുബോവയും അലക്സാൻഡ്രയുടെ മറ്റുള്ള സഹായികളും റാസ്പുട്ടിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഈയിടെ കൊട്ടാരത്തിലെത്തിയാൽ ഏറെ സമയവും കുട്ടികൾക്കൊപ്പമാണ് അയാൾ. കുട്ടികളോട് കഥകളും പഴയ യാത്രാനുഭവങ്ങളും പറയും. റാസ്പുട്ടിൻ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നിക്കോളാസിന്റെ മക്കൾ അയാൾക്ക് കത്തുകൾ അയക്കുക പോലും ചെയ്യാറുണ്ട്. എന്നാൽ കൊട്ടാരത്തിന് പുറത്തെത്തിയാൽ തികഞ്ഞ ഒരു അരാജകവാദിയുടെ ജീവിതമാണ് അയാൾ നയിക്കുന്നത്. ഇടക്കാലത്ത് നിർത്തിവെച്ച മദ്യപാനശീലം റാസ്പുട്ടിൻ പൂർവാധികം ശക്തിയോടെ പുനരാരംഭിച്ചിരുന്നു. ഭക്തരായ പ്രഭുവനിതകൾക്കൊപ്പം മാത്രമല്ല, തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുന്നവർക്കൊപ്പവും റാസ്പുട്ടിനെ കാണാം. താനുമായി ലൈംഗികമായി ഇടപെടാൻ അയാൾ സ്ത്രീകളെ പ്രേരിപ്പിക്കും. മോശമായ ഭാഷയിൽ സംസാരിക്കും. അയാളുടെ അത്ഭുത ശക്തികളെ വിശ്വസിച്ചും ഉന്നത ബന്ധങ്ങളെ ഭയന്നും ആളുകൾ പലതും സഹിക്കും. ചിലരെല്ലാം വിചാരിക്കുന്നത് റാസ്പുട്ടിൻ കൊട്ടാരത്തിൽ തന്നെയാണ് താമസമെന്നാണ്. അത്തരത്തിലുള്ള ധാരണകളൊന്നും അയാൾ തിരുത്താൻ പോകില്ല. റാസ്പുട്ടിന് ഉന്നതരായ പലരുമായും അടുത്ത ബന്ധമുണ്ടെന്നത് യാഥാർത്ഥ്യവുമാണ്. ചില സന്ദർഭങ്ങളിൽ റാസ്പുട്ടിനെ ഒരിക്കൽ പോലും കാണാൻ വന്നിട്ടില്ലാത്തവരും അയാളിൽ ഒരു താല്പര്യവുമില്ലാത്തവരുമായ ആളുകളുടെ വീട്ടിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ കടന്നു ചെല്ലും. അപ്രതീക്ഷിതമായി വന്ന അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന വീട്ടുകാരുടെ ഊണുമേശയ്ക്ക് മുന്നിൽ അയാൾ സ്ഥാനം പിടിക്കും. തന്റെ മായാജാലങ്ങൾ കൊണ്ട് അവരെ അമ്പരപ്പിക്കുകയോ പ്രവചനങ്ങൾ കൊണ്ട് അസ്വസ്ഥരാക്കുകയോ ചെയ്യും. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. ചിലർ ഈ പ്രകടനത്തിൽ വീണുപോകും. പക്ഷേ പലർക്കും ഇത് അരോചകമായി തോന്നാറാണ് പതിവ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ റാസ്പുട്ടിന്റെ താവളത്തിലേക്ക് ശുപാർശകൾക്കും മറ്റുമായി വരുന്നവരും കുറവല്ല. ശുപാർശകൾക്കായി സമീപിക്കുന്നവർക്ക് ചിലപ്പോൾ റാസ്പുട്ടിന്റെ സഹായം കിട്ടിയെന്നു വരും. അവിടെ റാസ്പുട്ടിനെ സന്ദർശിക്കാനും അയാളിൽ നിന്ന് സ്വന്തം ഭാവിയെക്കുറിച്ചറിയാനും വരുന്നവരുമുണ്ട്. അവരയാൾക്ക് ധാരാളം പണം നൽകും. ചിലപ്പോൾ സഹായം തേടി ദരിദ്രരായ മനുഷ്യർ റാസ്പുട്ടിന്റെ മുന്നിൽ കൈനീട്ടാറുണ്ട്. തനിക്ക് കിട്ടിയ പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവർക്ക് കൊടുക്കാൻ അയാൾക്ക് മടിയില്ല. അങ്ങനെ ആളുകളിൽ സമ്മിശ്രമായ ഒരു വികാരമാണ് അയാൾ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ റഷ്യയിലെ മാധ്യമങ്ങൾ റാസ്പുട്ടിന്റെ അത്ഭുത ശക്തികളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളൊന്നും അംഗീകരിച്ചില്ല. സാർ ചക്രവർത്തിയുടെ കുടുംബവുമായുള്ള റാസ്പുട്ടിന്റെ ബന്ധം പത്രപ്രവർത്തകരുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അവരയാളെ രൂക്ഷമായി വിമർശിച്ച് വാർത്തകൾ നൽകി. ഇയാൾ വെറുമൊരു തട്ടിപ്പുകാരനാണെന്നും മദ്യപാനിയും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന വ്യക്തിയാണെന്നും അവർ തുറന്നെഴുതി. റൊമാനോവുകളുടെ കൊട്ടാരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന റാസ്പുട്ടിൻ ഭരണകാര്യങ്ങളിൽ തെറ്റായി ഇടപെടുന്നുവെന്നാണ് ഒരാരോപണം. ഇയാൾ രാജ്യത്തിന് തന്നെ ഭീഷണിയാണെന്ന് വാർത്തകൾ വന്നു. റാസ്പുട്ടിനെക്കുറിച്ചുള്ള വാർത്തകൾ വിദേശങ്ങളിൽ പോലും പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ റഷ്യയിലെ മതപുരോഹിതന്മാർക്ക് റാസ്പുട്ടിൻ ഒരു തലവേദനയായി മാറി. ഒരേ സമയം അയാൾ പുരോഹിതനെപ്പോലെ വേഷം ധരിക്കുകയും ആളുകളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുള്ള വിശുദ്ധനാണ് അയാളെന്ന് വിശ്വസിക്കുന്ന പുരോഹിതന്മാർ പോലുമുണ്ട്. അയാൾക്ക് രാജകൊട്ടാരത്തിലും ദേവാലയങ്ങളിലും കടന്നു ചെല്ലാൻ അവസരം കിട്ടുന്നുണ്ട്. അതേസമയം അയാളുടെ ജീവിതരീതി മതനിയമങ്ങൾക്ക് നിരക്കുന്നതല്ല. അയാൾ മദ്യപാനിയാണ്. പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് അശ്ലീല വർത്തമാനങ്ങൾ പറയുന്ന ആഭാസകരമായി ജീവിതം നയിക്കുന്ന ഒരാൾ. അയാൾ ക്രിസ്തുമത വിശ്വാസികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതായി സഭയിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, അയാളിലൊരു നിഗൂഢതയുണ്ട്. അയാളെ ചൂഴ്ന്നു നിൽക്കുന്ന ആ നിഗൂഢത ഒരുപക്ഷെ അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാവാം. നാട്ടിലാകെ രഹസ്യമായി പ്രചരിക്കുന്ന
ക്ലിസ്റ്റ് എന്ന മതവിഭാഗത്തിന്റെ പ്രവർത്തകനാണോ റാസ്പുട്ടിനെന്ന് അവർ സംശയിക്കുന്നു. ഒടുവിൽ ഇക്കാര്യം അന്വേഷിക്കാൻ തന്നെ തീരുമാനമായി. ആദ്യകാലം മുതൽ തന്നെ റാസ്പുട്ടിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. ചെറുപ്പത്തിൽ ഒരു തീർത്ഥാടകനായി അലഞ്ഞുതിരിഞ്ഞ നാളുകളിൽ അയാൾ കുറച്ചുകാലം ക്രിസ്റ്റുകളുടെ ഒരു സംഘത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അവർ റാസ്പുട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ദൈവവുമായി നേരിട്ട് സംസാരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ക്ലിസ്റ്റുകളുടെ വിശ്വാസം. പുരോഹിതരെയും വേദപുസ്തകത്തെയും അവർ തള്ളിക്കളയുന്നു. മുതിർന്നവരോടും വിശുദ്ധരോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിലും അവർക്ക് വിശ്വാസമില്ല. ഒരു കാലത്ത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിരുന്നവരാണ് പിന്നീട് ക്ലിസ്റ്റുകളായി മാറിയത്. അവർ നടത്തുന്ന കൂട്ടപ്രാർത്ഥനകളും പ്രാർത്ഥനകൾക്കിടയിലുള്ള ലൈംഗിക കേളികളും ഒരിക്കലും സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസത്തെയും പ്രാർത്ഥനയെയും കുറിച്ചുള്ള സഭയുടെ എല്ലാ സങ്കല്പങ്ങളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു റാസ്പുട്ടിന്റെ രീതികൾ. പാപം ചെയ്യുന്നതിലൂടെ ദൈവത്തിലേക്ക് അടുക്കാമെന്നൊരു വിചിത്ര വിശ്വാസം അയാൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്നൊരു പരാതിയുമുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ റാസ്പുട്ടിന് ക്ലിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്ന സംശയം ആർക്കും തോന്നും. ഈ സാഹചര്യത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ മേലധികാരികൾ റാസ്പുട്ടിനെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു.